ഇന്ന് എന്താ ചെയ്യാൻ നോക്കി പിൻട്രസ്റ്റിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സാധനം ഞാൻ കണ്ടപ്പോൾ സാധനം ചെയ്യാനും എളുപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് 2 കപ്പും ഒരു ഐസ്ക്രീം സ്റ്റിക്കും മാത്രം മതിയേ. ഞാൻ ജസ്റ്റ് കപ്പ് പെയിൻ്റ് അടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ യൂസ് ചെയ്ത് കപ്പിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവുക കേട്ടോ. ഇനി വേണ്ടത് ഈ ഐസ്ക്രീം സ്റ്റിക്കാണേ. നമുക്ക് ഇതിൻ്റെ 3/4 ഭാഗം വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ബാക്കിയുള്ള ചെറിയ പീസില്ലേ അതിൻ്റെ 3/4 ഭാഗം വെച്ച് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പീസസ് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ. ഇച്ചിരി ക്ഷമയൊക്കെ വേണം കേട്ടോ. ഐസ്ക്രീം സ്റ്റിക്കാണ്, ഒട്ടച്ചിരി പണിയാണ്. ഇത് ഒട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ കപ്പിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെക്കണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കപ്പിൻ്റെ ഉൾഭാഗത്തൂടെ എടുത്തിട്ട് ആ ഹോളിലൂടെ ഒന്ന് പുറത്തോട്ടിട്ട് വലിച്ചാൽ മതിയേ. സ്റ്റിക്ക് വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവുക. ഇനി നമുക്കൊരു പേപ്പറിൽ വേറൊരു കപ്പ് എടുത്ത് അതിൻ്റെ വാഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കേ. പിന്നെ ഇത് കാണുന്നതിൻ്റെ കൂടെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ. പെൻസിൽ യൂസ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ആട്ടോ ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് കത്രിക യൂസ് ചെയ്ത് കട്ടൂടെ ചെയ്തെടുക്കണേ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് അതിന് ഓറഞ്ച് പെയിൻ്റ് കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വരയ്ക്കാൻ യൂസ് ചെയ്ത കപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്ത് വെച്ച് കപ്പിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട്. നമുക്ക് അടിയിലെ കപ്പിൻ്റെ വാഭാഗം ജസ്റ്റ് മുകളിലെ കപ്പിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് കത്രിക യൂസ് ചെയ്ത് ഈ മാർക്ക് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേ. കട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ കറക്റ്റ് റൗണ്ടിലൊന്നും കിട്ടൂലടോ. ഞാൻ നോക്കി കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് 2ാം പണി എടുക്കേണ്ടി വന്നേ. ജസ്റ്റ് ഒന്നുകൂടെ അതിൻ്റെ മുകളിലോട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വന്നേ. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമുക്കൊരു കുഞ്ഞ് കപ്പാട്ടോ കിട്ടുക. ഈ കപ്പ് ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ലേ. എൻ്റെ കപ്പി കട്ട് ചെയ്ത് വന്നപ്പോൾ ചെറുതായൊന്നൊരു ഡൗട്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കേ. ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഇൻസുലേഷൻ ടേപ്പിൻ്റെ ചെറിയൊരു കഷ്ണം വേണേ. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കപ്പിൽ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മുകളിൽ ജസ്റ്റ് ഇതൊന്ന് പകുതി കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കേ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേപ്പർ പീസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ആ മുകളിലുള്ള ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കേ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ കപ്പിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെക്കണ്ടേ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മിനി വേസ്റ്റ് ബിന്നോടെ റെഡി ആയിട്ടുണ്ടേ. അടിയിലുള്ള സ്റ്റിക്കൊന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ വാഭാഗം ഓപ്പൺ ആയിട്ട് വരുവേ. പിന്നെ പ്ലെയിൻ ആയിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരിത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി ഒരു കണ്ണും വായം വരച്ച് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ എന്താ ഇങ്ങനെയല്ലേ. പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇങ്ങനെയൊന്നും അല്ലേനി. എവിടേക്കോ ഒരു അപാകത ഉള്ള പോലെ. എന്നാലും ആ മൂലക്കിരിക്കുന്ന കാണാൻ രസമുണ്ടല്ലേ.